ശ്രീ മുഹമ്മദ് റിയാസ്. സർ, പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവുമായി പിടിയിലായ പ്രതിക്ക് 24 മണിക്കൂറിനുള്ളിൽ ജാമ്യം കിട്ടിയെന്നുള്ള വിവരം അങ്ങ് അറിഞ്ഞിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് കോടതി പരാമർശം വന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടി എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടതിൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അങ്ങയുടെ പ്രസ്താവനയോട് ഞാൻ അനുഭവം പ്രകടിപ്പിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അപക്വവും രാഷ്ട്രീയ പ്രേരിതവും വിവരം കെട്ടതുമായ പ്രസ്താവനകൾ സഭക്കകത്തും പുറത്തും ഈ വിഷയത്തിൽ കൊണ്ടുവന്നാൽ അതിനെ തള്ളി എല്ലാവരെയും യോജിപ്പിക്കാൻ അങ്ങ് തയ്യാറാകും? മന്ത്രി, പോത്തൻകോട് നടന്ന സംഭവം എനിക്ക് പരിശോധിക്കാൻ പെട്ടെന്ന് മറുപടി പറയാൻ കഴിയില്ല. റിയാസ് പറഞ്ഞത് ശരിയാണ്. സാർ, ഇവർ വളരെ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നവരാണ്. 1 കിലോ കൂടുതലുണ്ടെങ്കിൽ ശിക്ഷ കൂടുതലാണ്. അപ്പോൾ ഇത് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി വിതരണം ചെയ്യുന്നു, ക്വാണ്ടിറ്റി കുറയ്ക്കും. തന്നെയുമല്ല സാർ, നമ്മൾ ഈ പദ്ധതി ജൂലൈ 2-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ശേഷം ഇവർ വലിയ സമർത്ഥന്മാരാണ്. ഇവരുടെ ഓപ്പറേഷൻ തന്നെ ഇവർ മാറ്റിയിരിക്കുകയാണ്, രീതി മാറ്റിയിരിക്കുകയാണ്. അത് പോലീസ് വളരെ ശക്തമായി രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി അതിനനുസരിച്ചുള്ള നടപടിയാണ് ഞാൻ വിശദമാക്കുന്നത്. ശരിയല്ലാത്തതുകൊണ്ട് വിശദമാക്കുന്നില്ല. വളരെ ബോധപൂർവമായ ആസൂത്രിതമായ നീക്കമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണുകയും ശാസ്ത്രീയമായി കണ്ടെത്തുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ അങ്ങ് സൂചിപ്പിച്ച പോലെ ഈ പോത്തൻകോട്ടെ സംഭവം ഞാൻ അന്വേഷിക്കാൻ എനിക്കറിയില്ല, വിവരങ്ങൾ എൻ്റെ കയ്യിലില്ല. ആരാണെങ്കിലും ശരി, ആര് കുറ്റകൃത്യം ചെയ്താലും അവർക്ക് ഒരേ നടപടി മാത്രമേ ഉള്ളൂ. ഒരു രാഷ്ട്രീയ ഇടപെടലും ഈ കാര്യത്തിൽ ഈ ഗവൺമെൻറ് അനുവദിക്കയില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ ഈ ഉദ്ഘാടന യോഗത്തിൽ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു നടപടിയും ഉണ്ടാവില്ല. പിന്നെ ഈ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിക്കാവുന്നതാണ്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല, ഭരണകക്ഷി പ്രതിപക്ഷമില്ല. കാരണം നമ്മുടെ ഭാവി തലമുറയെ രക്ഷിക്കാനുള്ള ഒരു മഹാദൗത്യമാണ് ഓപ്പറേഷൻ തുഫാൻ എന്ന് ഞാൻ പറയാനാണ്.